ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് മസാല ദോശയുടെ ഉള്ളിലെ മസാല എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിക്കാൻ വെക്കാം. ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു വലിയ 3 ഉരുളക്കിഴങ്ങുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തൊലിയോട് കൂടി തന്നെയാണ് ഞാനത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ കഷ്ണാക്കി നുറുക്കി വെക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റായിട്ട് എനിക്കിതാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു പെർഫെക്ഷനൊക്കെ ഇങ്ങനെ ആക്കുമ്പോഴാണ്, അതായത് മുഴുവനായിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 2-4 വിസിലൊക്കെ വെന്ത് വരട്ടെ. പിന്നെ നമുക്ക് അതിനുള്ള മസാല ആക്കാൻ വേണ്ടി നമുക്കൊരു പാൻ വെക്കാം. അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനൊരു 2 സവാളയാണ് എടുത്തിട്ട് നമുക്ക് എത്രത്തോളം സവാള വേണം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മസാല എത്രത്തോളം വേണം അതിനനുസരിച്ച് സവാള ഇട്ടു. ഞാനിപ്പോൾ ഒരു വലിയ സൈസ് സവാളയും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 നമ്മൾ എരിവിനനുസരിച്ച് എരിവിന് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് വരണം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കും. ഒരുപാട് തന്നെ പേസ്റ്റ് ആക്കണം. ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും 2 ടേസ്റ്റാണ്. അരിയുമ്പോൾ വേറെ ടേസ്റ്റ്, ചതച്ചെടുക്കുമ്പോൾ വേറെ ടേസ്റ്റ്. ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. ഉരുളക്കിഴങ്ങിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കയ്യൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ആയിട്ട് വരുമ്പോഴാണ് ഈ മസാലക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഒരു ടെക്സ്ചർ നമുക്ക് മസാല ദോശയുടെ ഒരു ഇത് കിട്ടുന്നത്. ഇങ്ങനെ അരിഞ്ഞ് വേവിക്കുന്നതായിട്ട് നല്ലത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ ഉടക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട, കുറച്ചൊരു ലൂസി കൺസിസ്റ്റൻസിയാണ് ഈ മസാലയ്ക്ക് ഉണ്ടാവുക. പിന്നെ ടേസ്റ്റിന് കുറച്ച് നെയ്യ്, അത് ഓപ്ഷനിലാണ് കേട്ടോ. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇട്ടത്. നമുക്കിത് മസാല എങ്ങനെ ഉണ്ടാക്കും, ഒരു മസാല ദോശ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ മസാലക്ക് നല്ല ടേസ്റ്റാണ്. മസാല പിന്നെ ഒരുപാട് ഡ്രൈ ആക്കേണ്ട, അതിനാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത്. കുറച്ച് വെള്ളത്തോടെ അങ്ങനെ ഉള്ളതാണ്, വെച്ചാൽ ഭയങ്കര വെള്ളമല്ല. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. അപ്പോൾ ഇതാണ് നമുക്ക് കടയിലൊക്കെ ഇടുന്ന ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ അരിഞ്ഞിട്ടുള്ളതിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ ആകുമ്പോഴാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് മസാലയും കുറച്ച് ചമ്മന്തിയൊക്കെ കൂട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് പണിയൊന്നുമില്ല, ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.